السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആല ഇമ്രാനിലെ 119-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാലൻ വദ്ദൂ മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫീ സുദൂറുഹും അക്ബറു ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുന്തും തഅഖിലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ബിത്താനത്തൻ, ഉറ്റമിത്രങ്ങളായി, സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായി നിങ്ങൾ സ്വീകരിക്കരുത്. മിൻ ദൂനിക്കും, നിങ്ങൾക്ക് പുറമേ നിന്ന്, നിങ്ങൾക്ക് പുറമേ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുടെ അടുത്ത് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാവൂ, ബന്ധപ്പെടാവൂ. അതൊക്കെ നമ്മൾക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്ന ഹൃദയ രഹസ്യ പ്രവർത്തന രീതികൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് ഉത്ബോധനം നൽകുകയാണ്. കാരണം ഇത് പറയുന്നുണ്ട്, അത് ബയ്യന്നാ ലക്കുമുൽ ആയാതി ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കി തരിക ശ്രമിക്കണം. പക്ഷെ ബുദ്ധി ഉപയോഗിക്കണം. ഈ വചനത്തിൻ്റെ പ്രസക്ത ഭാഗം അതാണ്. അത് ബയ്യന്ന, നാം വ്യക്തമാക്കി തരുന്നു, വിശദീകരിച്ച് തരുന്നു, വെളിവാക്കി തരുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ആയാത്ത്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അവൻ്റെ പക്കൽ സ്വീകാര്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള വിജയമാർഗം, ആ വചനമാർഗങ്ങൾ തുറന്നു വെക്കുകയാണ്, വിശദമാക്കി തരികയാണ്. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതിലെന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ബിതാനതൻ, ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർ. നമുക്ക് വ്യക്തിപരമായിട്ടും
പല കാര്യങ്ങളും കാണും. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ തോന്നുന്ന ആളുകളുടെ അടുത്തെല്ലാം ചർച്ച ചെയ്യാനും പറയാനും എടുക്കാനും പോകരുത്. മിൻദൂനിക്കും, നിങ്ങൾക്ക് പുറമേ നിന്ന് സ്വന്തം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർ, അവരെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെന്ന് നിങ്ങൾ കരുതുന്നവരോടായിരിക്കണം നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ. കാരണം അവർ മാത്രമേ നിങ്ങൾക്ക് ശരിയായ റൂട്ട് പറഞ്ഞു തരൂ. പക്ഷേ ഇന്ന് ബഹുഭൂരിഭാഗം ആളുകളും ഈ സ്വന്തം ആൾക്കാരെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് മറ്റുള്ള ആളുകളെയാണ് കൂട്ടുകാരായിട്ട്, രഹസ്യങ്ങൾ വയ്ക്കുന്നതായിട്ട്, ഉപദേശകരായിട്ട്, അങ്ങനെ പല രീതിയിലും സ്വീകരിക്കുന്നത്. അത് ഒടുവിൽ അതവർക്ക് പരാജയമായി കലാശിക്കുകയും ചെയ്യുന്നതാണ്. യൗലൂനക്കും എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വീഴ്ച വരുത്തുകയില്ല, കുറവ് വരുത്തുകയില്ല. യൗലൂനക്കും, നിങ്ങൾക്ക് അവർ ഒരു കുറവും വരുത്തുകയില്ല, ഒരു വീഴ്ചയും വരുത്തുകയില്ല. ഖബാലൻ, നാശത്തിന്. നിങ്ങളുടെ നാശമാണ് അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പരാജയമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ നിങ്ങൾ പകർന്നു കൊടുക്കരുത്. വദ്ദു, അവർ ആഗ്രഹിക്കുന്നത്, മാ അനിത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് പ്രയാസം വരുന്നത്, നിങ്ങൾക്ക് കഷ്ടപ്പാട് വരുന്നത്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയായതാണ്? കത് ബദത്, അത് വെളിവായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചെറിയ രൂപം നമുക്ക് കാണാൻ പറ്റുക. അൽ ബഗ്ലാ, അവരുടെ ആ വിദ്വേഷം. കത് ബദത്തിൽ ബഗ്ലാവു, ആ വിദ്വേഷം നിങ്ങൾക്ക് വെളിവായതായി കാണാം. മിൻ അഫ്വാഹിഹിം, അവരുടെ നാവുകളിലൂടെ. അവർ സന്ദർഭം അനുസരിച്ച് നമ്മളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ നാവിലൂടെ തന്നെ വ്യക്തമാകും. ഇനി അള്ളാഹു പറയാണ്, വമാ തുഖ്ഫി, അവർ മറച്ചു വച്ചിരിക്കുന്നതുണ്ടല്ലോ. സുദൂറുഹും, അവരുടെ ഹൃദയങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്നത് അക്ബർ, അതിനേക്കാൾ എത്രയോ വലുതാണ്. ഇപ്പം അവരുടെ നാവ് വെച്ച് ഒരു ചെറിയ നിലയിൽ അത് പുറത്തു വന്നിട്ടുള്ളൂ. ഇനി അവരുടെ ഹൃദയങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്നത് എത്ര ഭയാനകമായ കാര്യമാണ്. അത് പുറത്തോട്ട് വിടാതിരിക്കുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറയാം, അത് ബയ്യന്ന, നാം വ്യക്തമാക്കി തരികയാണ്, ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്ത്, അല്ലാഹുവിൻ്റെ വചനങ്ങൾ, ഇൻകുന്തും താഴ്ക്കലൂൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നവരാണെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളുടെ ഗൗരവം എന്താണ് എന്ന് അറിയുകയാണെങ്കിൽ മാത്രമാണ് അത് മനസ്സിലാകുകയുള്ളൂ. അത് മനസ്സിലായവർക്ക് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാനും പറ്റൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശത്രുവിനെയും മിത്രത്തെയും നമുക്ക് തിരിച്ചറിയുവാനുള്ള ചില ഉപാധികൾ അല്ലാഹു നമ്മുടെ മുമ്പാകെ വെക്കുകയാണ്. അത് അവരുമായിട്ടുള്ള ഇടപഴകലിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. അവർ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല എന്ന് വൈകിട്ടറിഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ മനസ്സിലാക്കേണ്ട സമയത്ത് അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടു പോകും. പലരും ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ശരിയായ ആത്മമിത്രങ്ങളെ കൈവിട്ടിട്ട് ആത്മമിത്രങ്ങളല്ലാത്തവരെ
അവർ മിത്രങ്ങളായി സ്വീകരിച്ച് തങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പുറത്തുവിട്ട് താൻ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇഹലോക ജീവിതവും പരലോക ജീവിതവും നമുക്ക് നഷ്ടമാകുകയാണ്. ഹസരത്ത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്ന, ഓ യു ഹു ബിലീവ്, വിശ്വാസികളെ, ഡോണ്ട് ടേക്ക് ഫോർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് അതേഴ്സ് എക്സെപ്റ്റ് യുവർ ഓൺ പീപ്പിൾ. നിങ്ങളുടെ ആളുകളിൽ നിന്ന് അല്ലാത്ത ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നിങ്ങൾ സ്വീകരിക്കരുത്. ദേ ഷാൽ ഡു എവറിതിങ് ടു കാസ് യുവർ റൂയിൻ. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ നാശം വരുന്നതിന്, നിങ്ങൾക്ക് പ്രയാസം വരുന്നതിന്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതിന്, നിങ്ങളെ കൈവിട്ടു പോകുന്നതിന് അവർക്കൊരു മടിയുണ്ടാകില്ല. ഏത് സമയത്തും അവർ നിങ്ങളെ കൈവിട്ടിരിക്കും. കാരണം അവർക്ക് അത്രേ കാര്യമേ ഉള്ളൂ അതിൽ. മറ്റേതങ്ങനല്ല. ഈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അത് അവരെപ്പോഴും ആ നന്മയ്ക്ക് വേണ്ടി അവരോടൊപ്പം പ്രയാസത്തിലായാലും സന്തോഷത്തിലായാലും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളായി. ദേ ലവ് വാട്ട് അഫ്ലിക്ട്സ് യു. നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ അവർ സന്തോഷിക്കുകയാണ്. ഹേറ്റ്രഡ് ഹാസ് ഓൾറെഡി ഷോൺ ഇറ്റ് സെൽഫ് ഫ്രം ദെയർ മൗത്ത്സ്. ആ വിദ്വേഷം, ആ വെറുപ്പ് അവരുടെ നാവിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങളൊരു നന്മയായ കാര്യം നിങ്ങൾ അവരോട് പറഞ്ഞു നോക്കൂ. നീ പോയി ചെയ്തോ, നീയും നിൻ്റെ നന്മയും. അത് അവർ അങ്ങനെ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങൾ ഈ ആളുകളുടെ അടുത്ത് നമുക്ക് പറഞ്ഞു നോക്കിയാൽ മതി. അതുകൊണ്ട് അള്ളാഹു ഒരാളിനെ നിയോഗിച്ചിരിക്കുന്നു, എല്ലാ നൂറ്റാണ്ടിലും നിയോഗിക്കും. അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കും. അവൻ്റെ ഒരു ദൂതൻ എത്ര നിസ്സാരമായിട്ടാണ് അവർ തള്ളിപ്പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പോയിരുന്ന് സന്തോഷം പങ്കുവെച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് തിന്നും കുടിച്ചും ഇരിക്കുന്ന ആളുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് വാട്ട് ദെയർ ബ്രസ്റ്റ് കൺസീൽ ഈസ് യെറ്റ് ഗ്രേറ്റർ. അവർ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള അതവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അവരതൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്നത്, നീ വിശ്വസിച്ചു എന്ന് പറയുന്നത് നിൻ്റെ വിശ്വാസാദർശങ്ങൾക്ക് എതിരായ നിലയിൽ അതിനെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ. നല്ലതാണെന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കത്തില്ല. അപ്പം നിങ്ങൾ നല്ലതാണെന്ന് വിചാരിച്ചാണല്ലോ സ്വീകരിച്ചത്. ഈ നല്ലത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. ഇൻഡീഡ് വി ഹാവ് മെയ്ഡ് ക്ലിയർ ടു യു. തീർച്ചയായിട്ടും നാം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ദ കമ്മ്യൂണിക്കേഷൻസ്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇഫ് ഓൺലി യു വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളത് ഗ്രഹിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ, ഗ്രഹണശേഷിക്ക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഒരു വസ്തുത കേൾക്കുമ്പോൾ ആ കേട്ട കാര്യത്തിൽ നിന്ന് ഒരു സത്ത നമ്മളിലേക്ക് കടന്നു വരും. ഗ്രഹണശേഷി എന്ന് പറയുന്നത് അതുള്ളവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഹസ്രത്ത് ഖലീഫത്തുള്ള അതിൻ്റെ വിശദീകരണമായിട്ട് ദ വേർഡ്സ് അണ്ടർ കമൻസ്, ഈ വിശദീകരണം നൽകുന്ന ഈ വചനം, നോട്ട് ഇൻക്ലൂഡ് ഓൾ നോൺ മുസ്ലിംസ്. എല്ലാ നോൺ മുസ്ലിംസിനെയും അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ബട്ട് റാദർ ദോസ് ഹു ആർ അറ്റ് എനിമിറ്റി ഓപ്പൺലി വിത്ത് ഇസ്ലാം. ഇസ്ലാമുമായിട്ട് അവർക്ക് കഠിനമായ ശത്രുതയും. അതവർ അവരുടെ നാവിലൂടെയും വരും, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും കാണും. സന്ദർഭം അനുസരിച്ചായിരിക്കും അവരെടുത്ത് ചാടുന്നത്.
ആൻഡ് ഹു ആർ എ ത്രെറ്റ് ടു ദ മുസ്ലിംസ്. അവർ അത്തരത്തിലുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കൊരു ഭീഷണിയായിരിക്കും. ദേ ആർ ഇൻ റിലേഷൻ വിത്ത്, അങ്ങനെ ഭീഷണിയായിട്ടുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും, മുസ്ലിം സഹോദരങ്ങൾക്കും ഇസ്ലാമിക അധ്യാപനങ്ങൾക്കും ഭീഷണിയായിട്ട് ഓപ്പണായിട്ട് നിലകൊള്ളുന്ന ആളുകൾ. ദേ ലവ് ടു സീ ദീസ് മുസ്ലിംസ്, ഈ മുസ്ലിങ്ങളെ അവർ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഇൻ ടോർച്ചർ, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുവാനാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരണം. അണ്ടർഗോയിങ് മെനി അഫ്ലിക്ഷൻസ്, അവർക്ക് അനേകം ആപത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ആൻഡ് ഡെസ്പെയർ, ഇച്ഛാഭംഗം, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ജീവിതം, അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ലോകത്തുനിന്ന് ആലോചിച്ച് നോക്കിക്കും, നമുക്ക് ഇപ്പോൾ ആകപ്പാട് ഇസ്രയേലും പലസ്തീനെ കുറിച്ചുമാണ് ഇപ്പം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. മനുഷ്യജന്മത്തിൽ ഉള്ള എന്തെങ്കിലും ഒരു വകതിരിവ് ഉള്ളവർ ഈ രണ്ട് കാപാലിക രാഷ്ട്രങ്ങളെ അവരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തും കൊണ്ടാണ് ഇവർ ദീനുൽ ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ ആളുകളാണെന്നും മുസ്ലിങ്ങളാണെന്നും പറയുന്നത്. പിന്നെ ഒരു മതവും ഇല്ലാത്ത ഏത് വിഭാഗത്തിൽപ്പെടുന്നവരായാലും വിഷയമല്ലാത്ത മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് ലോകത്ത് നിന്ന് പറയുന്നത്. ഈ അന്യായത്തിനെതിരായിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, കഴിവുള്ളവർ ആ കഴിവ് പ്രകടിപ്പിക്കുകയും വേണം. ദേ ആർ ദോസ് ഹു നെവർ ഹെസിറ്റേറ്റ് ടു എയ്തർ ട്രൈ ടു കിൽ. അവർ ആ കഠിന ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളെ വധിക്കുവാൻ, കൊല്ലുവാൻ അവർ മടിക്കുകയില്ല. ഓർ ടു റിബ് ദ ബിലീവേഴ്സ് ഓഫ് ദെയർ ഫെയ്ത്ത്, അല്ലെങ്കിൽ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തെ അവർ റിപ്പ് ചെയ്യും, പറിച്ചെടുത്ത് കളയും. മുസ്ലിമാണോ നിന്നെ കൊല്ലും, നീ അല്ലെങ്കിൽ വിളി. അങ്ങനെ ഈ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന അത്തരത്തിലുള്ള ശത്രുക്കൾ, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പരിശോധിക്കുന്നത്. നിങ്ങളുടെ ഗ്രഹണശേഷി, നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഗ്രഹണശേഷിയില്ല എങ്കിൽ നിങ്ങളുടെ പാത ദുർഘടമാവും. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ബൃഹത്തായ പദ്ധതികളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി കളയുവാൻ അവരുടെ ആ തടസ്സവാദങ്ങളും അവരുടെ ചെയ്തികളും കാരണമായി തീരും. പക്ഷേ സത്യവിശ്വാസി, അതൊരു വിശ്വാസ പ്രമാണം, അത് വേറെയാണ്. അവൻ താൻ വയ്ക്കുന്ന കാൽ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, താൻ ആരംഭിക്കുന്ന കാര്യം നന്മയിൽ അധിഷ്ഠിതമായതാണ് എങ്കിൽ അവൻ ഒറ്റയ്ക്കായാലും ആ യാത്ര തുടർന്നു കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള വിശ്വാസികളെക്കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം. പ്രതിബന്ധങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് സറണ്ടർ ചെയ്യുക അല്ല വേണ്ടത്. അവിടെ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം. ദേ പ്രസന്റ് ദംസെൽസ് ആസ് കോംറേഡ്സ് ഓഫ് ദ മുസ്ലിംസ്. അവർ മുസ്ലിങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന നിലയിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. ബട്ട് യെറ്റ് അറ്റ് ദ ബാക്സ് ഓഫ് ദ സിൻസിയർ സെർവൻസ് ഓഫ് അള്ളാഹ്. എന്നാൽ ഈ നിഷ്കളങ്കരായ അള്ളാഹുവിൻ്റെ ദാസന്മാരെ ദേ സ്പൈറ്റ് ദം, അവർ അസൂയ കൊണ്ട് അവരെ അസൂയയാൽ ആൻഡ് റെഡിക്യൂൾ ദെയർ റിലിജൻ, ദറ്റ് ഈസ് ഇസ്ലാം, ഇസ്ലാമിനെയും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ വിഭാഗം ആളുകളായി ഇസ്ലാമിലും മുസ്ലിങ്ങളിലും ആയിപ്പോയി എന്നുള്ളതാണ്. ഈ വചനത്തെ വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ട് തൻ്റെ മിത്രവും ശത്രുവും അവരെ ഏത് രീതിയിലാണ് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് എന്ന് അറിയാൻ കഴിയാതെ പോകുന്നവർക്ക് വരുന്ന
പരാജയം. രാജ്യങ്ങളില്ലാഞ്ഞല്ല, സമ്പത്തില്ലാഞ്ഞല്ല, സൗഭാഗ്യങ്ങൾ കുറവായതുകൊണ്ടല്ല, പക്ഷേ ബുദ്ധി വേണ്ടതുപോലെ അവർ ഉപയോഗിച്ചില്ല. അതാ പറഞ്ഞത്, കത് ബയ്യന്നാലക്കുമുല്ലായാത്ത്, അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ, ഈ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് നാം വ്യക്തമാക്കി തന്നിരിക്കുകയാണ്, മറ നീക്കി തന്നിരിക്കുകയാണ്. ഇൻ കുന്തും താഴ്ക്കലോൻ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ. ബട്ട് നോട്ട് ആൾ നോൺ മുസ്ലിംസ് ആർ ലൈക്ക് ദിസ്. എന്നാൽ എല്ലാ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഇങ്ങനെ അല്ല കേട്ടോ. അവരെ നമ്മൾ തിരിച്ചറിയണം. ദോസ് നോൺ ബിലീവേഴ്സ്, ഒരു സാധാരണ അവിശ്വാസികൾ, അവർ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നു, ഓക്കെ, ഹൂ ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദ മുസ്ലിംസ്. മുസ്ലിങ്ങളുമായിട്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കുന്നു. മുസ്ലിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊന്നും അല്ല, മുസ്ലിം അല്ലാത്ത ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഇസ്ലാമിനെയും മുസ്ലിമിനെയും നശിപ്പിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യമാണ്. അപ്പോൾ അവരവരുടെ മതം നോക്കുന്നു, മുസ്ലിങ്ങളുടെ മതം നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ദാറ്റ് ദ മുസ്ലിംസ് ക്യാൻ ടാക്ക് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻസ് വിത്ത്, ഫോർ ഇറ്റ് ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അത്തരത്തിലുള്ള ഇതര വിശ്വാസികളോട് നമ്മൾ നല്ല നിലയിൽ സംസാരിക്കുകയും ബന്ധപ്പെടുകയും സഹായിക്കുകയും സഹകരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാം. അത് അവരുടെ മതം അനുസരിച്ച് അവർ ചെയ്യുന്നു. നമ്മുടെ മതം അനുസരിച്ച് നമുക്കും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്കും യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ബന്ധം നിലനിർത്തിക്കണം. ഫോർ ദ ബിലീവേഴ്സ് ടു ഡു ദെയർ ദഅവ, അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഈ ദഅവത്ത്, ഈ പരമമായ ഇസ്ലാമിൻ്റെ സൗന്ദര്യം അവരിലേക്ക് എത്തിക്കാൻ കഴിയും. ടു മേക്ക് ദം പെർസീവ് ദ ബ്യൂട്ടി ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം അവർക്ക് നോക്കിക്കാണുവാൻ കഴിയണം. നമ്മളിലൂടെ അത് പ്രകാശിക്കുന്നത്, പ്രശോഭിക്കുന്നത്, അതിൻ്റെ ശോഭ, അതിൻ്റെ നറുമണം അവർക്ക് നുകരുവാൻ കഴിയണം. അങ്ങനെ അവരുമായിട്ട് ചേർന്ന് നിൽക്കാവുന്നു. ആൻഡ് ഇൻവൈറ്റ് ദം ടു എംബ്രേസ് ഇറ്റ്. എന്നിട്ട് ഈ പരിശുദ്ധമായ വഴി തിരഞ്ഞെടുക്കൂ എന്ന് നമുക്ക് അവരോട് പറയുവാനും കഴിയും. അപ്പോൾ കഠിന ശത്രുക്കൾ ആരാണ്? ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ മതം അനുസരിച്ച് അവർ ജീവിക്കുന്നു. പക്ഷേ നമ്മളോട് യാതൊരു ശത്രുതയുമില്ല. നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുക, ഞങ്ങൾ ഇതനുസരിച്ച് ജീവിക്കും. അപ്പോൾ അവിടെ ഒരു റിലേഷൻ വരുന്നു. ആ ബന്ധം നിലനിർത്തുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഇഫ് ദ മുസ്ലിംസ് വർ നെവർ ടു മെയിൻറ്റെയിൻ കോണ്ടാക്ട് വിത്ത് ദ നോൺ മുസ്ലിംസ്, നോൺ മുസ്ലിങ്ങളുമായിട്ട്, മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ട് മുസ്ലിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നില്ല എങ്കിൽ, ഓർ നോൺ ബിലീവേഴ്സ് അല്ലെങ്കിൽ അവിശ്വാസികളുമായി ബന്ധം സ്ഥാപിക്കുന്നില്ല എങ്കിൽ, ഹൗ ദെൻ വിൽ ഇസ്ലാം എക്സ്പാൻഡ്? പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ കഴിയുന്നത്? ഓൺ ദ ഹോൾ ഹ്യൂമാനിറ്റി ബിക്കംസ് മുസ്ലിംസ്, മാനവകുലവും മുസ്ലിങ്ങളായി തീരുന്നത് എങ്ങനെയാണ്? അതിനുവേണ്ടിയാണ് ഇസ്ലാം വന്നിരിക്കുന്നത്. മാനവകുലത്തിന് വേണ്ടി, മാനവ നന്മയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഈ ഇസ്ലാമിക അധ്യാപനങ്ങളെ ലോകത്ത് തച്ചുടയ്ക്കുവാൻ, തകർത്തെറിയുവാൻ എത്ര ഭരണകർത്താക്കൾ ആദിമകാലം മുതൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് ഉത്തരോത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ പ്രയാണത്തിൽ എത്ര കഠിനമായ യാതനകൾ നേരിടേണ്ടി വന്നാലും അതിലെ അംഗങ്ങൾ വെറും താണനിലയിലാണെങ്കിൽ തന്നെയും അംഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ലോകം കാണുന്നത്. ഇനിയൊരു 25 കൊല്ലം കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 30% മുസ്ലിങ്ങൾ ലോകത്ത് തന്നെ ആകും. അപ്പോൾ അത്രത്തോളം വർധനവ് ഈ കാര്യത്തിൽ വരുന്നു. കൊന്നൊടുക്കുന്നതിനാണ് കഴിയുന്നില്ല. ആ നിലയിൽ ചെയ്തിട്ടും ഇതെന്തുകൊണ്ട് വർദ്ധിക്കുന്നു? Therefore it is very important to comprehend. അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടു കോംപ്രിഹെൻഡ്, ഉള്ളിൽ ഒതുക്കി വയ്ക്കുക, മനസ്സിലാക്കുക ആസ് ടു വിച്ച് കാറ്റഗറി ഓഫ് ദ നോൺ മുസ്ലിംസ് ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ്. ഏത് വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ടത്, സൗഹൃദം വയ്ക്കേണ്ടത്.
നമ്മുടെ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമ്മളത് ഗ്രഹിച്ചിരിക്കണം. വിത്ത് ഹും നോട്ട് മെയിൻറ്റെയിൻ എനി ടൈസ്. ഇനി ഒരു ബന്ധവും സ്ഥാപിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരാണ് എന്ന് ഇത് ഗ്രഹിക്കണം. അവർ പർപ്പസായി നിലകൊള്ളുന്നവർ, ഒന്നും ചെയ്യാനൊക്കാത്തത്. മറ്റത് അങ്ങനല്ല. സാമാന്യ നിലയിലുള്ള മനുഷ്യർ, അവർ പല വിഭാഗ മതങ്ങളിൽ വിശ്വസിക്കുന്നു. അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ആരുമായിട്ട് മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങോട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിനെ നേരിടുവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു വച്ചിരിക്കുന്നത്. വാട്ട് എവർ ദെയർ ഔട്ട്സൈഡ് അപ്പീൽ, പുറമേ അവർ ഏത് രീതിയിൽ പ്രത്യക്ഷമായാലും ശരി, അവരുമായിട്ട് ഏത് രീതിയിലുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുക, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുക, മനസ്സിലാക്കുക. മോറോവർ അള്ളാഹ് സ്പെസിഫൈഡ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരായിരിക്കണം. ഏതായാലും ഒറ്റിക്കൊടുക്കുന്നവനെ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഏറ്റവും അടുത്ത, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സാധ്യതയുള്ളത് ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അല്ലാത്തവരിലേക്ക് നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ പകർന്നു കൊടുക്കരുത്. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു ബിതാനതൻ, നിങ്ങൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് നിലകൊള്ളുവാൻ, അതുപോലെ തിരിച്ച് അവരുടെ നന്മയ്ക്ക് നിലകൊള്ളുന്നവരാരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിലേ ഇത് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ചെന്ന് ബുദ്ധിയില്ലാത്തവൻ്റെ അടുത്തായിരിക്കും ചോദിക്കുന്നത്. ആ ബുദ്ധിയില്ലാത്തവൻ അവനാണെങ്കിൽ ഇഷ്ടം പോലെ ഉപദേശം അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആരെയാണ് നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആക്കേണ്ടത് എന്ന് അല്ലാഹു തആല നമ്മളെ ഉപദേശിക്കുകയാണ്. Now Muslims should overall avoid taking the non-Muslims as intimate friends. മൊത്തത്തിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാൻ പറ്റിയത് ആരാണ് എന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഫോർ നോട്ട് നോയിങ് വാട്ട് ലൈസ് ഡീപ്പ് വിത്തിൻ ദെയർ ഹാർട്ട്സ്, അവരുടെ ഹൃദയങ്ങളിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പോലും നോക്കിക്കാണുവാനുള്ള അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിലൂടെ നിങ്ങൾക്ക് അതിലൂടെ കടന്നു ചെല്ലുവാനുള്ള ബുദ്ധിവൈഭവം എനിക്കുത്തും താഴ്ക്കലും നിങ്ങൾ അക്കൽ ഉപയോഗിക്കുന്നു എങ്കിൽ അറിയാം അവൻ്റെ ഉള്ളിൽ എക്സ്റ്റേണലായിട്ട് ഇങ്ങനെ വന്ന ഇവനിലേക്ക് ഇൻറ്റേണലായിട്ട് ഇങ്ങനെ വരാം. അതിന് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗപ്പെടുത്തണം. അവരുടെ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചിരിക്കുന്നത്. ദേ മേ പ്രൊവൈഡ് ദീസ് നോൺ ബിലീവേഴ്സ് വിത്ത് സീക്രറ്റ്സ് ഓർ ഇൻഫർമേഷൻ ലയബിൾ ടു കോസ് ദ ഡൗൺഫാൾ ഓഫ് ദെയർ മുസ്ലിം ഫ്രണ്ട്സ്. തങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് നാശം സംഭവിക്കുവാൻ പര്യാപ്തമായ ചില രഹസ്യ വിവരങ്ങൾ അവരുടെ മുമ്പിൽ പകർന്നു കൊടുക്കുകയാണ്. അവരുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിച്ച് ഞങ്ങൾക്കെല്ലാവർക്കുമായിട്ടും നല്ല ബന്ധമാണ്, ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സമൂഹത്തിൽ വലിയ ആളുകളായിട്ട് രംഗപ്രവേശം ചെയ്യും. ചെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഇപ്പുറത്തുള്ള സഹോദരൻ്റെ രഹസ്യ വിവരങ്ങളും കാര്യങ്ങളുമാണ്. അവനെന്തായി അവരന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇന്നാൾ എങ്ങനെയാണ്, ഇന്നാളെങ്ങനെയാണ്, അത് എങ്ങനെയാണ്. അത് നേരിട്ടല്ല ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള രഹസ്യ ചോർച്ചകൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ സുഹൃത്തുക്കൾ എല്ലാവരുമായിട്ട് എപ്പോഴും നമ്മൾ ബന്ധപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളൊക്കെ അവരൊക്കെ എങ്ങനെയാണ്, അവരുടെ വിശേഷങ്ങളെന്തുണ്ട് എന്ന് അന്വേഷിക്കുന്നത്. അതിൻ്റെ സ്വാത്വികത നമുക്ക് മനസ്സിലാവും. ഇതങ്ങനെയല്ല. അവർ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും മനഃപൂർവ്വമായി തള്ളിക്കളയുകയും അതിനെ ആക്ഷേപിക്കുകയും വന്ന ദൂതനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് അവരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ലാതെ അവരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായിട്ട് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകും. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് പകർന്നു തരുന്ന ഈ അറിവിൻ്റെ പുതുമുഖങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് പുതിയ ഭാവവും രൂപവും നൽകി നമ്മുടെ കർമ്മപഥത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ടിരിക്കട്ടെ. അതുകൊണ്ട് നാവിനെ കഴിയുന്നിടത്തോളം ബന്ധിക്കുക, കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക, കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക,
കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് കൈയും കാലും പ്രവർത്തിക്കട്ടെ. അപ്പോൾ വിജയത്തിലേക്ക് എത്താം. നിങ്ങൾ കണ്ണുണ്ടെങ്കിലും കാണാതെ, ചെവിയുണ്ടെങ്കിലും കേൾക്കാതെ, നാവുണ്ടെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ, ബുദ്ധിയുണ്ടെങ്കിലും ഗ്രഹിക്കാതെ അതിനെ ഉപയോഗശൂന്യമാക്കിയിട്ട് ജീവിതം പാഴാക്കി കളയരുത് എന്ന സന്ദേശമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനിക്കും ലാ യഖ്ലൂനക്കും ഖബാലൻ വദ്ദു മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ ഖദ് ബയ്യനാ ലക്കുമുൽ ആയാതി ഇൻ കുന്തും തഅഖിലൂൻ. ഈ പദാവലികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള വഴിവിളക്കുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിലുള്ള ഓരോരുത്തരെയും മനസ്സിലാക്കുവാനും അതനുസരിച്ചുള്ള നല്ല ഡീലിങ്സ് അവരുമായിട്ട് വെച്ച് പുലർത്തുവാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ ഒരിക്കലും അള്ളാഹുവിനല്ലാതെ മറ്റൊന്നിനും വിധേയരായി പോകാനിടവരരുത്. അല്ലാഹു തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഐഹിക പാരത്രിക ലോക വിജയം കരസ്ഥമാക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമ്മൾ സംസാരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.